രാത്രികാല ദൈവ സാന്നിധ്യം ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. രാത്രികാലം തുടർന്നുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവന്റെ വചനം നമ്മളിലേക്ക് ഇറങ്ങി വരേണ്ടതിന്, നമ്മുടെ അകത്തളങ്ങളെ തൊടേണ്ടതിന്, ആമേൻ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റേണ്ടതിന് രാത്രികാലം പാടിയാട്ടെ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. ആഴത്തിൽ രാത്രികാലം നമ്മളോട് ഇടപെടേണ്ടതിന് നമ്മൾ ഒരുമിച്ച് അവയെ വളരെ വാഴ്ചയോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുമ്പോൾ രാത്രികാലം തുടർന്നുള്ളതായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്കായി ആമേൻ പ്രാർത്ഥനയിൽ കടന്നു വന്ന അനുസ്മരണ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തന്നിട്ടുള്ള നാമം വളരെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് രാത്രികാലം ശേഷങ്ങളുടെ സന്നിധരായിരിക്കുന്നതെല്ലാം ദൈവമക്കൾക്കും വേഗപ്പെടുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. ഈ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ പലപ്പോഴും അറിയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെയും എനിക്ക് അറിയാൻ കഴിയുന്ന ദൈവം അധികമായിട്ട് പ്രിയ ദൈവദാസനെ ഇവിടെ കടന്നു വരുന്ന ദൈവജനത്തെ ഒക്കെ ദൈവം മാനിക്കുന്നു. ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നടക്കുന്നു എന്ന് എനിക്ക് ഇന്ന് രാത്രിയിലും അറിയുവാൻ തിരിച്ച വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വേഗത്തിൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വളരെ ശാന്തമായി ദിവസത്തിൽ ചിന്തിച്ചുകൊണ്ട് ദിവസത്തിൽ താമരിപ്പാൻ ഞാൻ കർത്താവിൽ സ്തോത്രം ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. അതിനാധാരമായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വായിച്ചു. പിന്നെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയുടെ, തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ള തൊക്കിയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാതെ പരുക്കുകളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഒരു വലിയ അനുഗ്രഹമായി തീരുന്നു, ഒരു വലിയ വിടുതലായി തീരേണ്ടത് ദിവസത്തിലെല്ലാം പ്രിയപ്പെട്ടവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച രാത്രി ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഈ ദേശത്ത് ആ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് നമുക്ക് ഒരു വ്യത്യാസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും.
ഇതിനാകുന്ന ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല രാത്രിക്കാണ് ഇഷ്ടം. ഇത് രാത്രി ഇവിടെ നടത്തപ്പെടുന്നതായിരിക്കും ഈ ഐക്യപ്രകാരം സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുട്ടികാലദേശത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥന. ഇത് രാത്രി ഞങ്ങളുടെ ഈ മനോഹര ശബ്ദം കേൾക്കേണ്ടതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. രാത്രികളിലായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ കരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ നിന്നോട് യാത്രയിലായിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചിന്തിക്കുവാനിടയായി. ഈ ഒരു ഐക്യം കൂട്ടായ്മ വന്നതോടുകൂടെ ഈ ദേശത്തിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുവാനിടയായി. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കോളേജ് മീറ്റിംഗ് നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പല ഇടങ്ങളിൽ നിന്ന് അനേക ദൈവജനത്തെ ദൈവം കൂട്ടിക്കൊണ്ടുവരുവാനിടയാണ്. ഞാൻ ആ ഒരു വലിയ സന്തോഷം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് വരുമ്പോൾ എന്റെ ഉള്ളിലേക്ക് ഓടി വന്നൊരു ചിന്തയാണ് ഒന്നല്ല അനേകമായി ഇത് പടർന്നു വന്നിരിക്കുവാനിടയായി തീരണം. ഈ മീറ്റിംഗ് അനേകം മേഖലകളിലേക്ക് അനേക ഇടങ്ങളിലേക്ക് ഇതിന്റെ ശാഖകൾ പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയായി തീരണമെന്നാണ് ഞാനിത് രാത്രിയിലേക്ക് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. രാത്രിയിലെ നമ്മൾ ഒരുമിച്ചുള്ള ചിന്തകൾക്കായി നാം ഒരുമിച്ച് വായിച്ച ഭാഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് മടങ്ങിവരാൻ പോകുകയാണ്. അതിന് മൂന്നാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, സാത്താൻ ഇയ്യോബിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ്. ആ മൂന്നാമത്തെ വാക്യം വായിക്കാം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന്. ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാക്ഷ്യത്തിന്റെ മറ്റൊരു മുഖത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. അത് പറയപ്പെടുന്നതിന് മുൻപ് ഇയ്യോബിനെ കുറിച്ച് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇയ്യോബിന്റെ അനുഭവമൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ട് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നവരാണ്. അത് ചിന്തിച്ചു പോകുന്നത് ഏറ്റവും അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ 1-2 അധ്യായങ്ങളെ ശക്തമായി നാം വായിച്ചു പഠിച്ചാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതായിരിക്കും. രാത്രി ഇവിടെയായിരിക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, നാം ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ചില അനുഭവങ്ങളെ വരും നാളുകളിൽ നമുക്ക് ഈ ദേശത്ത് നിന്ന് അത് അനുഭവിച്ചറിയുവാനിടയായിരിക്കും. അനേകം സാക്ഷ്യം പറയുവാൻ ഇടയായിരിക്കുമെന്നുള്ളതിന് യാതൊരു വിധമായിരിക്കുന്ന സംശയമില്ല. ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ രസകരമായിരുന്ന കാര്യം നമ്മളിവിടെ കാണാൻ കഴിയുന്നു. ഒരു ദേശത്തെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ്. പലപ്പോഴും ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗം പഠിക്കുമ്പോൾ ആ അനുഭവങ്ങളും ആ സാക്ഷ്യങ്ങളൊന്നും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം രാത്രി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 വിഷയത്തോട് ബന്ധപ്പെട്ടാണ് തുടർന്നുള്ളതായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. 1-2 അധ്യായത്തിൽ ഏകദേശം 3 പ്രാവശ്യം ആവർത്തിക്കുകയാണ് ഈ സാക്ഷ്യഭാഗം. ഈ സാക്ഷ്യഭാഗം പറയുമ്പോൾ തന്നെ പറയപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നാം ഒരുമിച്ചായിരിക്കുന്നുവെങ്കിൽ ഞാൻ പ്രത്യാശയോടെ പറയുകയാണ്, ചില പ്രത്യേക വിടുതലിന്റെ സാക്ഷ്യങ്ങളുമായി ചിലരെ ദൈവം ഈ ആരാധനകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനിടയായിട്ട് സാക്ഷ്യമാകുന്ന ഇവിടെ പറയപ്പെടുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി അവർ തന്നെ ഇവിടെ വന്ന് സാക്ഷീകരിപ്പാനിടയായിരിക്കും. ആ സാക്ഷ്യമാണ് നമ്മൾക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്നാമത്തെ ഭാഗം നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒന്നാമത്തെ വാക്യം 1-2 വാക്യം പുസ്തകത്തിൽ വായിച്ചുണ്ടാകും. പിന്നെ ഒരു ദിവസം 1-2 വാക്യം കിട്ടുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും
ഒരു സാക്ഷ്യം പറയുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആ ഭാഗങ്ങളാണ് കൂടുതൽ ചിന്തിക്കാറുള്ളത്. ഒരു പക്ഷെ നമ്മള് എല്ലാവരും ആദ്യം, ഞാൻ ഉൾപ്പെടെ ആദ്യം ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? അനുഗ്രഹം വേണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വേണം. പക്ഷെ ഈ പറയപ്പെടുന്ന 4 കൂട്ടം കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ആയിരിക്കുന്നു എന്നുകൂടെ നമ്മൾ വേണം ഒന്ന് ചിന്തിക്കണം. അതൊക്കെയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ആ സാക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് പല തലങ്ങളിലും ദൈവജനത്തിനുയരുവാൻ കഴിയാതെ പോകുന്ന മേഖലകളാണ്. പലപ്പോഴും സാക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന മേഖലയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ വെറുതെയാണോ അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത്? അവൻ വെറുതെ ഒന്നുമല്ല, ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. അവന്റെ ഭക്തി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മുടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഒരു നല്ലൊരു വിഷയം വരുമ്പോൾ, ഒരു വലിയ വിഷയം വരുമ്പോൾ, വേദനാജനകമായ വിഷയം വരുമ്പോൾ നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും, ഭക്തിയും. അല്ലെ, ഇത് രണ്ടും രണ്ട് മേഖലകളിലേക്ക് പോകുന്നതായി കാണാൻ കഴിയും. അപ്പൊ ഇത് ഒരുമിച്ച് വരുന്നതായി. അപ്പൊ നമ്മൾ പറയും, ഇന്നലെ വരെയുള്ള ആളല്ല ഇന്ന് നമ്മൾ കണ്ടത്. ഇന്ന് വന്നയാളല്ല നമ്മളെ ഇന്നലെ കണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇവിടെ ഇന്ന് രാത്രിയിൽ മീറ്റിംഗിന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉദാഹരണമായി അല്ല, നിത്യസഭമായി അതിന്റെ ഒരു സാക്ഷിയെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നാളിലെ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവത്തിനായിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്മരിക്കുകയാണ്. ഒന്നാമത്തെ സാക്ഷ്യം പറഞ്ഞു, ദേശത്ത് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ അവരെ കുറിച്ച് സാക്ഷ്യം 4 കൂട്ടം കാര്യം പറഞ്ഞു. ഈ 4 കൂട്ടം കാര്യങ്ങളിൽ പലപ്പോഴും ഒരു കാര്യം പോലും നമ്മളാരില്ല. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും, ഇത്രയും നല്ലൊരു മീറ്റിംഗ് വെച്ചിട്ട്, ഇത്രയും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ വന്നിട്ട് ഇതല്ല അല്ലെ? കർത്താവായിരിക്കുന്ന ദൈവം പറഞ്ഞ സാക്ഷ്യം, ആ സാക്ഷ്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമല്ല വിഷയത്തിലേക്ക് വേഗത്തിൽ പോവുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അവന്റെ സകല നന്മകളെ കുറിച്ചും പറഞ്ഞു, എല്ലാ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ഊസ് ദേശത്ത് ഇവനെ പോലെ ഒരു മനുഷ്യൻ വേറെ ഒന്നുകൂടെ പറഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഇവിടെ ജോസിനെ പോലെ വേറെ ഒരു പങ്ക് ഇല്ല എന്ന സാക്ഷ്യം ഉറക്കെ പ്രഖ്യാപിക്കണം. ഇപ്പൊ ഈ 4 കൂട്ടം കാര്യത്തിൽ ആര് എങ്ങനെയായിരിക്കണം? ജോസ് ആയാലും അനിലായാലും ആരായാലും ഈ സാക്ഷ്യത്തിലേക്ക് വരുമ്പോഴാണ് ബാക്കി ദൈവപ്രവൃത്തി നടക്കുന്നത്. രാത്രി വിശ്വസിക്കുകയാണ്. എന്റെ ഇതിലൊരു അനുഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഞാൻ പറയാം. ഞാൻ ഏകദേശം 1000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു നല്ല എമൗണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് ആവശ്യമാണ്. ഏകദേശം 4 ലക്ഷത്തോളം രൂപ എനിക്ക് ആവശ്യമാണ്. ഇതിനിടയ്ക്കാണ് 1000 രൂപയുടെ വിഷയം. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എനിക്ക് 1000 രൂപ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം, നീ ആരാണെന്ന് ഞാൻ നന്നായി പറയുന്നു. ഞാൻ ആരാണെന്ന് നിനക്ക് നന്നായി പറയാം. അങ്ങനെയെങ്കിൽ എന്റെ വിഷയത്തിന് മറുപടി തന്ന ആ വ്യക്തിയുടെ മുന്നിൽ എന്നെ മാനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. അടുത്ത ദിവസത്തിൽ ഒരാൾക്ക് മറുപടി കൊടുത്തിട്ട് 1000 രൂപയ്ക്ക് 2000 രൂപ. ഇപ്പൊ ഞങ്ങൾ വാടക താമസിക്കുന്ന വീട്ടിലെ അച്ഛന്റെ മകൻ അല്പസാമ്പത്തികം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് എനിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. 2 ദിവസം അദ്ദേഹത്തിന് മറവി കിട്ടും. ചോദിച്ചാൽ മറവി ഞങ്ങളെപ്പോഴും കാണുന്നുണ്ട്, അച്ഛനൊന്നും പറയുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിലേക്ക് വിഷയം വരാനിടയായി. എന്നെ ഇതാക്കുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചാണ് ദൈവം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചാണ് ദൈവം എന്ന് പറഞ്ഞാൽ മറവി മാറി. അത് കൊടുത്തില്ല. എനിക്ക് എത്ര ആവശ്യമുള്ളൂ? എനിക്ക് 1000 രൂപ എനിക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അതിന് ഇരട്ടി പ്രാർത്ഥനയിരിക്കുമ്പോൾ എനിക്ക് കിട്ടുവാനുള്ളതായിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്നു, സാക്ഷ്യം മുറുകെ പിടിച്ചാൽ നിന്റെ
ഭവനം എന്ന വിഷയമില്ല. പക്ഷെ ദൈവം അതിന്റെ സമയമായപ്പോ എനിക്ക് 6 സെന്റ് അഞ്ച് എന്ന് പറഞ്ഞത് അളന്നു വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഭാഗം അല്പം ഒഴിഞ്ഞു കിടന്നു. അപ്പോൾ ആ ഭാഗത്തു കൂടെ അളവ് പോയാൽ ആ സൂത്രം അതിന് നേരെയാണ്. പറഞ്ഞു അവൻ നേരെ തന്നെ ഇനി അതിനായിട്ട് നമ്മൾ എന്തെയ്യണ്ട തിരിക്കണ്ട എന്ന് പറയുന്നതാണ്. ഞാനിത് പറഞ്ഞത് നാം പാർക്കുന്ന ദേശത്ത് നമ്മെ കുറിച്ചൊരു സാക്ഷ്യം നാം മാറുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ ഇതിനോട് ചേർന്നാണ് ബാക്കി ഏകദേശം 40 അധ്യായത്തോളം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പൊ ഒന്നാമത് സാക്ഷ്യം പറഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ കാണാൻ കഴിയുന്നത് അതിന്റെ സൂത്രം 4-5-6 വാക്യങ്ങളിൽ വായിച്ചു വരുമ്പോൾ കാലിന്റെ സൂത്രം ഈയോബിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു വിഷയം വരികയാണ്. അവന്റെ മക്കൾ 10 പേര് അവർ ഒരുമിച്ച് സന്തോഷിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് രാത്രി ദൈവം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നരച്ച തലയോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങളുടെ സഹോദരങ്ങളുമായി ഞങ്ങൾ നല്ല ഐക്യതയിലാണ്. ഞങ്ങളുടെ സഹോദരങ്ങളുമായി ഞങ്ങൾ നല്ല ഐക്യതയിലാണ്. അപ്പൊ ഇന്നത്തെ അവരോട് ചോദിച്ചാലോ ഇത് മൊത്തയും നമ്മൾ പാഠമാക്കേണ്ട മാതൃകയാക്കുന്ന ഒരു കാര്യമാണ്. ഈയോബിനെ കുറിച്ച് ദൈവം അങ്ങനെ സാക്ഷ്യം പറഞ്ഞെങ്കിൽ അവന്റെ സാക്ഷ്യം അവന്റെ തലമുറയെ കുറിച്ചായിരുന്നു. ഇതൊക്കെ അടുത്ത ഭാഗത്ത് പറയുകയാണ്. അവന്റെ മക്കളൊക്കെ പാപം ചെയ്ത് ദൈവസന്നിധി വിട്ട് പോകാതിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വളരെ വ്യക്തമായി നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നു. ഇങ്ങനെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സ്വന്തം പറയുന്നു, എന്റെ മക്കൾ എന്റെ തലമുറകൾ അങ്ങനെ ആയിരിക്കുമോ എന്ന് ഭയന്ന് അവൻ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എപ്പോഴും വിഷയത്തെ പ്രാർത്ഥിക്കാൻ കഴിയായി. ആ പ്രാർത്ഥന കഴിഞ്ഞ് 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യത്രന്മാരെല്ലാം കൂടെ ദൈവസന്നിധി ചെന്നു. അവിടെ ആരും ചെന്നു? ഞാനൊരു പക്ഷേ ഒരു ഉദാഹരണമായി ഇന്ന് രാത്രി ഇവിടെ സാധാരണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചേർന്ന് എത്ര പേര് വരും? നിലവാരം നമ്മൾ ഇത്രയും ആരാധന ഇടയ്ക്ക് അതിന് ഞാനൊരു ഒരു വിഷയം പറയാം. ഒരു നല്ല ആരാധന നടക്കുക. ഈ ആരാധന നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പേര് ആരാധിക്കുന്നത് നമുക്കറിയാതെ. പിന്നെ അകത്തിരിക്കുന്ന എല്ലാവരുടെയും ചിന്ത ഒരുപോലെ ആയിരിക്കണമെന്ന് വിട്ടിരിക്കുന്നെങ്കിൽ മഴ പെയ്ത ജനങ്ങളെ വീട്ടിൽ പോകുന്നതായിരിക്കും ചിന്തിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ പരിശുദ്ധമായ നിൽക്കാൻ നിന്നപ്പോൾ ഈ സാത്താനുകൾ എന്റെ ചിന്തയാണ്. മനുഷ്യപുത്രന്മാർ കണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയാണ്. കണ്ടെന്നോ കണ്ടില്ലെന്നോ ഒരിക്കലും ദൈവം നോക്കുമ്പോൾ മനുഷ്യപുത്രന്മാരുടെ കാലുകളിൽ ആയിരിക്കുന്നു സാത്താൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തകളിലോ നമ്മുടെ നോട്ടങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് നകറ്റുന്ന ദൈവത്തിന്റെ ശബ്ദത്തിൽ കാലം കേൾക്കാറുള്ള നമ്മുടെ കാതുകളെ മാറ്റുന്ന നമ്മുടെ മനസ്സുകളെ മാറ്റുന്ന ഏതെങ്കിലും വിഷയം വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഇതിനകത്തവൻ വരുന്നുണ്ട്. എന്റെ നന്മയെ കളയോ, എന്റെ കളയോ, നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ്. 2-3 പേർ ഭൂമിയുടെ നാമത്തിൽ കൂടി വന്ന എന്റെ സാന്നിധ്യം ഇവിടെ നടുവിലുണ്ട്, ഞാനിവിടെ നടുവിലുണ്ട് പറഞ്ഞെങ്കിൽ അതേ സ്ഥലത്ത് അപ്പുറത്തും ഒരുവരുണ്ട്. ഈ അടുത്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഞാൻ കാര്യം മനസ്സിലാക്കി. എനിക്ക് ദൈവാത്മാവ് തന്നത് അത് എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് ഭൂമിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൈവവശത്തിന് ഭക്തന് വേണ്ടി ഭക്തൻ അറിയാതെ ഒരു വാദപ്രതിവാദം. നമ്മളിതൊന്നും അറിയില്ല. നമ്മൾ വരുന്നു, നമ്മളിതൊക്കെ ചെയ്ത് നമ്മളൊരു കാര്യം കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. ഒരു പക്ഷേ പാസ്റ്റർമാരൊരു പക്ഷെ പ്രാർത്ഥിച്ച പറഞ്ഞാലും നമ്മൾ വലിയ ഇടയൊന്നും കൊടുക്കാറുമില്ല. സ്തോത്രം പോയിട്ട് വിടുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ 1-2 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ 1-ാമത്തെ ഭാഗത്ത് വരികയാണ്. സ്വന്തം ചോദിക്കുന്നത്, നീ എവിടെ നിന്ന് വരും? ഈ നീ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് മറുപടി മനുഷ്യപുത്രന്മാർ
ഇന്ന് രാത്രി നിന്നോട് കൽപ്പിക്കുന്നത് നീ ചെയ്യുവാനിടയായി തീരണം. ഇവിടെ കൊടുക്കുന്ന കാര്യം അനുഗ്രഹത്തിന്റെ ഭൂമി വന്ന വരുന്നതല്ല എനിക്കുള്ളൂ. ചൈതന്യവാസം എന്നോട് അതിനെ പറയുന്നത് നല്ലതാണെങ്കിലും ഞാനും ചെയ്യും. അത് അനുഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. ഞാൻ ഒരിക്കൽ ഇവിടെ അതിന് പറഞ്ഞാൽ പോകും. ചൈതന്യവാസം എന്നോട് ഒരു ഭൂമി പറയുന്നു. വ്യാകരണമാണ്. സ്തോത്രം. ദേവദാസനെ, നിങ്ങൾ കുവൈറ്റിൽ എയർപോർട്ടിൽ നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? കുവൈറ്റിലൂടെ നിന്നുമല്ല, കുവൈറ്റിൽ തന്നെ കൊണ്ടുപോകും. അവിടെ നിൽക്കുമ്പോൾ ശ്രേഷ്ഠന്മാരായ ചില കർത്തദാസന്മാർ ഒരുമിച്ച് വന്നാൽ ജനങ്ങളിലുള്ള വാഹനത്തിൽ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. നിങ്ങൾ സുഖം ഒരു 3 മാസം കഴിയും നിങ്ങൾ നാട്ടിൽ വരുന്നു. നാട്ടിൽ വരുമ്പോൾ സുഖം അടുത്തുള്ള ഭവനത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായി ഒരു നല്ല ഭവനം നിങ്ങൾ മാറ്റും. കാരണം നിങ്ങൾ അനേകം ക്ഷണിപ്പാനിടയാണ്. ഒരു നല്ല സർക്കാരിലൊക്കെ നടക്കും. ഈ പറയുന്ന കൂട്ടത്തിൽ ഒരു വചനമാണ്, നീ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ഇന്ന് പറഞ്ഞിരിക്കട്ടെ, ഇന്ന് പറഞ്ഞത് ഇരിക്കട്ടെ. 3 മാസം കഴിഞ്ഞ് ഞാൻ എവിടെ പോയിട്ടില്ല, പോയിട്ടില്ല. ഞാൻ പേച്ചാൻ കാണാൻ പറയാം. അച്ഛൻ അടുത്തിരുന്നിട്ട് ആ ജനിച്ചു വാർത്തത് എന്നോട് പറഞ്ഞത് അച്ഛനെ കേട്ടേ. അച്ഛൻ ദൈവ കൃപയുള്ള ദേവദാസനാണെങ്കിൽ പേച്ചനാണെങ്കിൽ അന്നേരം എന്നോട് പറയും, അന്ന് ഈ ഇവരൊക്കെ പറയുമ്പോഴേ അവരൊക്കെ പറയുമ്പോഴേ ഈ വാക്യം കൂടെ പറഞ്ഞാൽ ഒരു വാക്യം കൂടെ ഒരു വാക്യം കൂടെ എന്തിനാ പറയാനറിയാമോ? നീ ഏതിനെയാണോ മുറുകെ പിടിക്കുന്നത് സമ്പർക്കത്തോടെ നൃത്തം ചെയ്യും. ഇവിടെ വന്ന് 2 പാട്ട് പാടിയിട്ട് ഞാൻ അറിയിട്ടില്ല. എന്നാൽ 3 വന്നപ്പോൾ ഞാൻ ചെയ്തു. ഞാൻ തുള്ളിച്ചാടി നൃത്തം ചെയ്തു. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, കാരണം എന്നോട് ഇന്നവിടൊക്കെ നാളുകളിലേക്ക് 3 പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുമെന്ന് ഞാൻ പറയാനിടയായി. സംഭവിക്കാതെ വരുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് സ്തോത്രം. ഈ ചൈത്രഭാഷ ആരെങ്കിലും ചൈത്രഭാഷ അറിയാമോ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾ പോകരുത്. എന്നോട് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അടുത്ത് ഇവിടെ വരുമ്പോൾ കാര്യം ഞാൻ ഭാഷയെ കാണുമ്പോൾ ഇന്ന് കണ്ട ശരിയല്ല, അന്ന് കയ്യും കൊടുക്കത്തില്ല, പുഞ്ചിരി പോലും ഇല്ല. പക്ഷേ കാര്യം കാരണം ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഭാഷ കാര്യം ഞാൻ വിഷയം ഞാൻ പറഞ്ഞത് ഇവിടെ പറയപ്പെട്ടതായിരിക്കുന്ന വസ്തുപരമായിരിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതിന്, നമ്മൾ പാലിച്ചെടുക്കേണ്ടതിന്, നമ്മൾ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പലപ്പോഴും വാചകത്തിൽ കൂടെ ഇടപെടുന്നത്. വാചകം ആരനുസരിക്കുമോ, വാചകത്തിൽ ആര് വിളിക്കുമോ ദൈവം അവനെ മാനിക്കുവാനായി. അപ്പം സാധാരണ ദൈവമായിട്ടുള്ളൊരു വലിയ സംഭാഷണം. അപ്പൊ ഞാൻ ഭൂമി മുഴുവൻ കൂടാടി സഞ്ചരിച്ചിട്ട് പെട്ടെന്ന് വീടൊക്കെ നമ്മളല്ല പറഞ്ഞത് പുറത്തിടാൻ അനുഭവിക്കാനുള്ളത് പറഞ്ഞു. ഇന്ന വിഷയമുള്ള നമ്മൾ പുറത്തിടെ ഈ ഭൂമിയിൽ നിന്ന് ഭൂമി മുഴുവനും കൂടാടി അത് വരുന്നു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ പെട്ടെന്ന് കത്തല് ഭൂമിയിലെ പാറ്റനുണ്ട്, ഭൂമിയിലെ പാറ്റനുണ്ട്. എല്ലാ പാറ്റൻ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യപുത്രന്മാർ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത് കാണുവാൻ സ്വർഗ്ഗം തുനിഞ്ഞു നോക്കുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടി ആരുടെ ഭക്തന്മാരുടെ നിലകത്ത് എല്ലാ നിലവും അങ്ങനെ വിചാരിക്കരുത്. സ്വന്തം തന്റെ ഭക്തന്റെ പേരാണ്, ഭക്തന്റെ പേരാണ് ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്നത്. ഈ ദൃഷ്ടി ഇരിക്കുമ്പോഴാ അടുത്തൊരു ദൃഷ്ടി. നമ്മളിതിലെ ഏത് ദൃഷ്ടിയിലാണ് നമുക്ക് പോലും ദൈവത്തിന്റെ ആണോ മാതാവിന്റെ ആണോ പോലും നമുക്കൊരു പിടുത്തമില്ലാതെ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ കാര്യമാണ്, ദാസന് ഈ കാലവേശം പ്രസംഗിക്കുമ്പോൾ നമ്മളെന്ന് പറയുന്നത്. നമ്മൾ പറയാൻ മറ്റൊന്നുമല്ല, നിങ്ങളെന്ന് പറഞ്ഞ മീറ്റിംഗ് കഴിയുമ്പോൾ ഓരോരുത്തരും നമ്മളെ ഒത്തിരി വിളിച്ചു കൊടുക്കും. ഞങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഓർമ്മ നോക്കി ഞാനൊന്ന് പറയാം, നിങ്ങൾ ആരും ശരിയല്ല.
അപ്പൊ ആരാ ശരി? ഞാനായില്ലേ? മാപ്പിളിക്കാരനോട് നമ്പർ മേടിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒഴിപ്പത്തിനോട് തലമുറ ഇവിടെ നിന്ന് ചെയ്യും. പലയിടത്തും വിടുവരും. കാണേണ്ടതിനാണോ അവൻ അങ്ങനെ പറയുവാനായിരിക്കുന്നത്? എന്റെ ആസുന്ദരം നീ വെച്ചോ, ഞാനങ്ങനെ വെക്കും. ഞാനങ്ങനെ നമ്മളെയൊക്കെ എത്രയോ പ്രാവശ്യം ക്രിസ്തു, എത്രയോ പ്രാവശ്യം വെച്ച് നമ്മളിതൊന്നും ഈ 2 അധ്യായത്തിലെ വിഷയം മനസ്സിലാകാൻ കാലം, ഈ 2 അധ്യായത്തിലെ വിഷയം മനസ്സിലാകാൻ കാലം. വിഷയം രൂക്ഷമായി